എന്താ ദേവി? നന്ദു താഴേക്കൊന്ന് വന്നേ. എന്തിന്? നന്ദു വാ, എല്ലാരും ഉണ്ട് അവിടെ. ഗിരീഷേട്ടനും രജന ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട്. പൂജാരി വന്നിട്ടുണ്ടല്ലേ? ഒച്ച മന്ത്രമൊക്കെ കേട്ടു. എന്നെ കൊണ്ടുപോയി കളം വരച്ചിരുത്തി മന്ത്രവാദം നടത്തണം. പോയി പണി നോക്ക്. നന്ദു വന്നേ, എന്നെ ഇട്ട് പരീക്ഷിക്കാതെ. നീ എന്താ ദേവി അങ്ങനെ പറഞ്ഞേ? പരീക്ഷണത്തിന് കൊണ്ടുവന്നത് എന്നെയല്ലേ? ദേവി നോക്ക്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ഡിപ്രഷൻ. കുറച്ചു ദിവസം എന്നെ എന്റെ രീതിക്ക് വിടണം. അതോടെ അതങ്ങ് മാറിക്കോളും. നന്ദു വരുന്നുണ്ടോ? എന്നെ ഉപദ്രവിക്കാതെ പോ ദേവി. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. എന്താ കാണിക്കുന്നേ? എന്താ ഇത്? നീ എന്താ കാണിച്ചേ? നീ എന്താ ചെയ്തത്? എന്താ ചെയ്തേ? തിരുമേനി പറഞ്ഞു നന്ദു വന്നില്ലെങ്കിൽ ഈ വെള്ളം തളിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി കോപ്പറായി കാണിക്കുന്നോ? എന്റെ ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ടെന്നാണോ? ആണോ? ദേവി, ദേവി, സോറി, ഞാൻ അറിയാതെ. സോറി, സോറി ദേവി. എനിക്കെന്തോ അറിയാതെ നിയന്ത്രണം വിട്ടുപോയി. നന്ദു, നമ്മുടെ ജീവിതം ഇനിയും കൈവിട്ട് കളയരുത് നന്ദു. വിവാഹം കഴിഞ്ഞ് പൂർണ്ണമായ സന്തോഷമായ എത്ര ദിവസം കിട്ടിയിട്ടുണ്ട് നമുക്ക്? എനിക്കറിയാം ദേവി, എനിക്കറിയാം. നന്ദു, നന്ദു മനസ്സിലുള്ളത് എന്നോട് തുറന്ന് പറ. എങ്കിൽ പൂജയും മന്ത്രം ഒന്നും വേണ്ട. നന്ദു താഴേക്ക് വരാൻ വേണ്ട. ഞാൻ എല്ലാരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഇതിപ്പോ ആർക്കും ഒന്നും വ്യക്തമാവുന്നില്ല. അപ്പൊ പിന്നെ മന്ത്രവാദി വരുത്തി പോവും. പൂജ ചെയ്യുമ്പോ മനസ്സിനൊരു മാറ്റം വന്നാലോ?